ഹലോ ഹലോ. അപ്പോൾ ദേ നമുക്കിന്ന് കരിമീൻ കിട്ടിയിട്ടുണ്ട്. 3 വലിയ സൈസ് കരിമീനാണ് കിട്ടിയേക്കുന്നത്. അപ്പോൾ നമുക്ക് അത് കറിയല്ല നമ്മൾ വെക്കുന്നത്, അതും നല്ല മസാലയൊക്കെ തേച്ചിട്ട് നല്ല ഫ്രൈ ആണ് ആക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാൻ ദേ മീൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ തലയും ഇതൊക്കെ ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു കറുത്ത സൈഡിലൊരു കറുത്ത പോലത്തെ ഒരു പാട പോലത്തെ ഉണ്ട്. അപ്പോൾ അത് പോകാനായിട്ട് നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റിയതാണ്. അതിൻ്റെ അത് കുടപ്പുളി ഉണ്ടല്ലോ, നമുക്ക് കറിയിലിടുന്ന കുടപ്പുളി ഒരു 3-4 എണ്ണം എടുത്തിട്ട് വെള്ളത്തിലിടുക. ആ വെള്ളത്തിൽ ഈ മീൻ മുക്കി വെക്കാം. ഒരു അരമണിക്കൂർ വെച്ചിട്ട് നമുക്ക് കത്തിയോണ്ട് ജസ്റ്റ് ഒന്ന് വടിച്ചിട്ടുണ്ടെങ്കിൽ നന്നായി ക്ലീൻ ആവും. അപ്പോൾ ഇതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ നമുക്ക് വെള്ളത്തിലിട്ട് വെക്കാം, എന്നിട്ട് ക്ലീൻ ചെയ്തിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇത് അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നമ്മൾ മീനിൻ്റെ കളർ ഉണ്ട് അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതറിയാത്ത ആൾക്കാരുണ്ടെങ്കിൽ ഇതൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതേ നമുക്ക് മീൻ ഫ്രൈ ചെയ്യാനായിട്ട് മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് ഇതേ കുരുമുളക് ഞാൻ കൂടുതൽ എടുത്തിട്ടുണ്ട്, അതേപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ഇഞ്ചി എടുത്തിട്ടുണ്ട്, പിന്നെ ചുമന്നുള്ളി വേണം. ഇതിലേക്ക് പിന്നെ കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇത്തിരി സൊർക്കില്ലെങ്കിൽ ഇച്ചിരി ചെറുനാരങ്ങയുടെ നീരും കൂടി ഇതെല്ലാതും കൂടി മിക്സിയുടെ ജാറിലിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചെടുക്കണം. അപ്പോൾ ഞാനിത് അടിച്ചിട്ട് വരാം. അപ്പോൾ അതേ നന്നായിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ അടിച്ചിട്ടുണ്ട്. അത് ഞാൻ അതേ ഒരു കലത്തിലോട്ടാണ് ഇട്ടേക്കുന്നത്. കുറച്ച് മസാല ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്, മസാല കൂടുതലായിരുന്നു. അപ്പോൾ നമുക്ക് ഇതിലോട്ട് മീൻ ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് നേരം ഫ്രിഡ്ജിലൊക്കെ ഇരുന്ന് സെറ്റാവണം. നമ്മൾ ഓരോ മീൻ നമുക്ക് പാത്രത്തിലെടുത്ത് വെക്കാം. ഉള്ളിലോട്ടാക്കിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മൂടിയിട്ട് ഫ്രിഡ്ജിലോട്ട് വെക്കാം. അപ്പോൾ നമ്മൾ ഉപ്പും കായം തേച്ച മീൻ ഫ്രൈ ആക്കാൻ വേണ്ടി ഞാൻ വെച്ചിട്ടുണ്ട്. അടിപൊളിയായിട്ട് ഫ്രൈ ആയി വരണം. നമ്മൾ ഒരുപാട് അങ്ങനെ ഇട്ട് മുരിക്കണില്ല കേട്ടോ, ജസ്റ്റ് ഇങ്ങനെ അത് ഫ്രൈ ആക്കാൻ വെച്ചേക്കണം. അടിപൊളി. ഇപ്പത്തത് ഞാൻ പുട്ട് ഉണ്ടാക്കാൻ വെച്ചേക്കുന്നു. പുട്ട്, മീൻ ഫ്രൈ, അടിപൊളി. സാമ്പാർ ഇതുപോലെ ഇരുന്ന് ഫ്രൈ ആവട്ടെ.